ഹലോ ഗൈസ്, ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസൺ 2025 കൺക്ലൂഷനിൽ എത്തിയിരിക്കുകയാണ്. ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള കാര്യങ്ങളിൽ തന്നെ ആ ട്രോഫി ചെന്ന് അവസാനിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ടീമിനെ ഒരു ഗ്ലോറി ഇല്ലാതെ 18 വർഷത്തോളം സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നീഡ് സം ക്വാളിറ്റി. സോ ആ ക്വാളിറ്റിയിൽ 18 വർഷം ആ ടീമിൻ്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഫാൻസിനും ബിഗ് കൺഗ്രാറ്റുലേഷൻ. അതുപോലെ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ എക്കാലത്തെയും മികച്ച പ്ലെയേഴ്സിൽ ഒരാളായിട്ടുള്ള വിരാട് കോഹ്ലി 18 വർഷവും ഒരു ഫ്രാഞ്ചൈസിയിൽ തന്നെ നിന്ന് അവസാനം ആ ടീമിൻ്റെ കൂടെ തന്നെ ഒരു ടൈറ്റിൽ സ്വന്തമാക്കി എന്നറിയുന്നതിൽ ആസ് എ ക്രിക്കറ്റ് ഫാൻ, ആസ് എ സ്പോർട്സ് ലവർ, ബിഗ് കൺഗ്രാറ്റുലേഷൻ ആൻഡ് ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. പഞ്ചാബ് ആയിക്കോട്ടെ ഇപ്പോഴും ട്രോഫി വെർജിൻസ് ആയിട്ട് തുടങ്ങുന്ന ഒരു ടീമാണ്. ബട്ട് അവരും അവരുടെ ബെസ്റ്റ് ഈ സീസണിൽ കൊടുത്തു. 6th പൊസിഷൻ ടീം എന്നറിയപ്പെടുന്ന ലെവലിൽ നിന്ന് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ട് ക്രിക്കറ്റ് കളിക്കുകയും സെമി ഫൈനൽസിലൊക്കെ ഇൻക്രെഡിബിൾ പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് വാസ് നോട്ട് ദെയർ ഡേ. പിന്നെ ഉള്ളിലൊരു സങ്കടവും പറയട്ടെ, RCB ഉണ്ടായിരുന്നു എന്ന് പറയുന്നൊരു ഒരു ചെറിയ ആശ്വാസം ഉണ്ടായിരുന്നു. അത് ഇനി മുതലില്ല. ടോട്ടഹാം കപ്പടിച്ചു, PSG ചാമ്പ്യൻസ് ലീഗ് അടിച്ചു, RCB IPL അടിച്ചു. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ അടിക്കണം. അടുത്ത സീസൺ കേരള ബ്ലാസ്റ്റേഴ്സും കൂടി അടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ. പ്രീതി ചേച്ചി പേടിക്കേണ്ട, നമ്മളുണ്ട് കൂടെ. അടുത്ത സീസൺ നമുക്ക് പൊളിക്കാം. അപ്പോൾ ശരി ഗൈസ്, എൻജോയ് ദ ഡേ. കൺഗ്രാറ്റുലേഷൻ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഫാൻസ്, RCB ഫാൻസ്. ബൈ.